അപ്പോൾ ഒരു 11:30 ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആ സ്കൂളിലെ തിരിവ് കഴിഞ്ഞപ്പോൾ ആനനെ കണ്ട്. അപ്പോൾ വണ്ടി അവിടെ ഇട്ടിട്ട് ഞങ്ങൾ ഓടി അതിലിൻ്റെ ചെരുപ്പ് സ്ലിപ്പ് ആനയുടെ മുമ്പിൽ വീണ്. ആന ചവിട്ടി ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ നീ ചോടി. അപ്പോൾ തുമ്പിക്കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി ലോക്കാക്കി. അപ്പോൾ തുമ്പിക്കൈ എടുത്തപ്പോൾ ഞാൻ ഓടി. എന്നിട്ട് തുമ്പിക്കൈ എടുത്തപ്പോൾ ഞാൻ ഓടിയ മതിലിൻ്റെ ഓടിയും കൊണ്ട് ആനക്ക് പെട്ടെന്ന് തിരിയാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി സ്പീഡിൽ ഓടാൻ പറ്റി അവിടുന്ന്. ഇതാരും പ്രതീക്ഷിക്കുന്നില്ല ആന ടൗണിലുണ്ടാവുന്നുള്ളത്. ഇതൊരു പെട്ടെന്നുള്ള ഒരു അപകടമാണ്. തലനാരിലേക്ക് രക്ഷപ്പെട്ടതാണ്. നേരെ രാജേട്ടൻ്റെ വാഴക്കൂടെ കയറി ഈ പൊഴുതന അങ്ങാടി കൂടെ തിരിഞ്ഞു വന്ന് ഈ നമ്മൾ ഈ നിൽക്കുന്ന ജംഗ്ഷനിൽ സ്കൂളാണ് കാണുന്നത്. ഈ സ്കൂളാണ് അച്ചൂരാൻ LP സ്കൂളാണ്. ഈ സ്കൂളിൻ്റെ മതിൽ ഇതിനും ഒന്നും പറ്റിയില്ല. രാത്രി ആയതുകൊണ്ട് ആ രീതിയിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ റോഡ് വാക്കിൽ എല്ലാ പഞ്ചായത്ത് അവിടെ മരണസമിതി നോക്കണ്ട, അവിടെ മുതലാളിമാരെ വീട്ടിൽ മാത്രം ലൈറ്റ്. ആ ബാക്കി റോഡ് വക്കത്തൊക്കെ പഞ്ചായത്തിൻ്റെ അത് അനുമതി ഉണ്ട് ലൈറ്റ് വെക്കണം. അത് കോളനി ഏരിയ, അവിടെ ഒന്നും ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല. ആന ഇറങ്ങുന്ന പ്രദേശമാണ്. അപ്പൊ ആന കയറ്റം വരെ വന്ന് പിന്നെ ലൈറ്റ് ഇല്ലാത്തോണ്ട് പോയി വന്നില്ല. പിന്നെ ലൈറ്റ് ഇട്ട് ഞങ്ങളെ ഭാഗത്ത് കയറിയപ്പോ ലൈറ്റ് ഇട്ട് നോക്കി. അപ്പൊ രണ്ടാനയും കൂടി ഒരുമിച്ച് വന്ന് അവിടെ പിന്നെ രണ്ടാന വന്നു. വേറെ 3 ആന മൊത്തം ഉണ്ടായിരുന്നു കുട്ടികൾക്കും. അപ്പൊ രണ്ടാനയും കൂടി വന്ന് അവിടെ ഒരു ഓടൊക്കെ തട്ടിട്ടിട്ട് പൊട്ടിച്ചിട്ട് പോയി. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പൊഴുതന എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ രാത്രി അതിഭീകരമായൊരു സംഭവം ഇവിടെ നടന്നു. അതായത് ബൈക്കിൽ പോവുകയായിരുന്ന 3 കുട്ടികൾ. ആ കുട്ടികളെ പെട്ടെന്ന് കാട്ടാന മുമ്പിൽ കാണുന്നു. അതും ടൗണിൽ വെച്ച്, ഈ പൊഴുതന എന്ന് പറയുന്ന ടൗണിൽ വെച്ച് കാട്ടാനയുടെ മുമ്പിൽ പെടുന്നു. കാട്ടാന അവരെ ഓടിക്കുന്നു. അവരവിടെ ബൈക്ക് വെച്ച് തിരിഞ്ഞ് ഓടുന്നു. അവർ ഓടി രക്ഷപ്പെടുന്നു. വളരെ ഭീകരമായൊരു കാഴ്ചയാണ്. ദൃശ്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പറയാം. അതായത് അവരെ ഓടിച്ചു. വളരെ ഭാഗ്യം കൊണ്ട് ആ കുട്ടികൾ അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. ആനയുടെ തൊട്ടടുത്ത് തന്നെ ആനയുടെ മേത്ത് തട്ടുന്ന രീതിയിൽ തന്നെയാണ് ആ കുട്ടികൾ അത്ര അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും ആ ഒരു പ്രദേശത്താണുള്ളത്. നമ്മളിനി കാണാൻ പോകുന്ന ആ ഒരു പ്രദേശവും അതുപോലെ തന്നെ ഈ നാട്ടുകാരോട് നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പോവുകയാണ്. മാത്രമല്ല ആ രക്ഷപ്പെട്ട കുട്ടികളെ നമ്മളൊന്ന് നേരിട്ട് കാണാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്താ പറയാനുള്ളത് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ പതിഞ്ഞ CCTV ക്യാമറയാണ് കാണുന്നത്. ഈ ഒരു കടയിലെ ക്യാമറയിൽ നിന്നാണ് ഈ വിഷ്വലൊക്കെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റോഡെന്ന് പറയുന്നത് ഈ കാണുന്നതാണ് പൊഴുതന ടൗണ്. പൊഴുതന ടൗണിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന അല്ലെങ്കിൽ ചുണ്ടേൽ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് വെച്ചാണ് ആ ഒരു സംഭവം നടന്നത് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് CM ബാലൻ. ഈ ഒരു പ്രദേശത്തല്ല ഇന്നലെ ഈ പ്രദേശത്ത് സ്കൂളിൻ്റെ ഈ പ്രദേശത്ത് രാത്രി 1 മണിയാകുമ്പോൾ കുട്ടികൾ വന്ന സമയത്ത് അവർ മോട്ടോർ നിർത്തിയിട്ട് ഓടിയപ്പോൾ അവർ ബേക്കിൽ വന്ന് അവരെന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. തലനാരിക്കിഴക്ക് രക്ഷപ്പെട്ടവർ. ഇവിടെ കാട്ടാന ശല്യം എന്ന് പറഞ്ഞാൽ കുറിച്ചിറമല, കറകാന്തോട് പ്രദേശത്തെ ഈ ശൂതേരിയിൽ നിത്യ കാട്ടാന ശല്യമാണ്. അതിന് ശാശ്വതമായ പരിഹാരം കാണുക എന്ന് പറഞ്ഞാൽ ഇവരുടെ കമ്പനി കൊണ്ടൊന്നും ശാശ്വതമായ പരിഹാരം കാണൂല എന്നുള്ളത് കൊണ്ട് ഞാനൊരു പൊതുപ്രവർത്തനമാണ്. ഒരു കമ്മിറ്റിക്ക് ഇപ്പോൾ പോകാനില്ല. എന്താ വെച്ചാൽ ഇവിടെ ശാശ്വതമായിട്ട് മതിൽ കെട്ടുക. കോടാനുകോടി ഉറുപ്പ്യ ഒരാളെ കൊന്നാൽ 10 ലക്ഷം 15 ലക്ഷം കൊടുക്കുന്നുണ്ട്. മതിൽ കെട്ടിയിട്ട് കാടും നാടും വേർതിരിച്ചെങ്കിൽ ഇതിന് ശാശ്വതമായ പരിഹാരം കാണും. അതല്ലാതെ നമ്മൾ ഇതിന് വേണ്ടി ഒരു ചെറിയ സമരം നടത്തി ഒരു പാർട്ടി ആ സമരം LDF ഈ സമരം UDF ആ സമരം നടത്തിയിട്ട് ശാശ്വത പരിഹാരം കാണില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള പൊതുപ്രവർത്തനമാണ് ഞാൻ. ഈ ടൗണിൽ ഇതിന് മുന്നേ എങ്ങനെയാണ്? ഇതിൻ്റെ മുമ്പ് 1 വർഷം മുമ്പേ പഞ്ചായത്തിൻ്റെ അവിടെ വന്നിരുന്നു. പിന്നെ ടൗണിലേക്ക് വന്നിട്ടുണ്ട്. ടൗണിൽ വന്നു അവിടെ ആ ഭാഗത്ത് വന്നിരുന്നു. അങ്ങനെ ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ മതിൽ കെട്ടി തിരിക്കല്ലാതെ ഇതിന് ശാശ്വതമായ പരിഹാരം കാണില്ല. പിന്നെ ഓരോരുത്തരും ആളുകളെ രക്ഷിക്കാൻ ഫോറസ്റ്റുകാരെ ചീത്ത പറയും, മറ്റേ പാർട്ടിക്കാരെ തെറി പറയും. അതിൻ്റെ ഒന്നും കാര്യമില്ല. അതിനുശേഷം ആന അങ്ങോട്ട് പോയത്. അതിനുശേഷം ആന ഇങ്ങനെ ഇറങ്ങി മറ്റേ ഹനോത്ത് ഭാഗത്തേക്ക്
ആനത്തെ ഭാഗത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്ല അവിടെ ആ ഭാഗത്ത് ആ എവിടെ ഭാഗത്ത് തോട്ടത്തിൽ കൂടി പോയി ആളുകൾക്ക് എന്തെങ്കിലും നാശനഷ്ടം വരുത്തിയിട്ടുണ്ടോ? വായകള് കല്ലൂർ അവിടുന്ന് ഇങ്ങനെ വന്ന് ഇറങ്ങി ചുണ്ട ഭാഗത്തിൽ കൂടി വന്ന് സുഗന്ധേരി പോയി. ഇല്ല. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് മനോഹരൻ. ജനങ്ങൾക്ക് ഇപ്പോൾ ഇവിടുത്തെ ടൗണത്തെ ഒരു സംശയം എന്ന് വെച്ചാൽ കല്ലൂർ ഭാഗത്ത് ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ആദിവാസിൻ്റെ വീടിൻ്റെ പരിസരത്ത് പോയിട്ട് അവരൊരു ഷെഡ് നശിപ്പിച്ചിട്ടുണ്ട്. അവരെ ടോയ്ലറ്റ്, ബാത്റൂം അതൊക്കെ പൊളിച്ചതുണ്ട്. ഇതൊക്കെ അതെവിടെയായിട്ടാ? അത് കല്ലൂര് പെരുങ്കോട അപ്പുറം അങ്ങനെയാണ് അത് നീങ്ങിയിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് ഇവിടെ ഇന്ന് പകലൊന്നും കണ്ടിട്ടില്ല. എന്നാൽ രാത്രി ഇവിടെ രാജട്ടൻ എന്ന് പറയുന്ന കൃഷിഭൂമി, അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമി കൂടിയാണ് വന്നത്. JP ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് ആ വഴിയാണ് ഇങ്ങനെ ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് പെരുങ്കോടിൽ നിന്ന് കയറി വന്നതാണ്. അത് നേരെ രാജട്ടൻ്റെ വാഴക്കൂടെ കയറി ഈ പൊഴുതന അങ്ങാടി കൂടെ തിരിഞ്ഞ് വന്ന് ഈ നമ്മൾ ഈ നിൽക്കുന്ന ജംഗ്ഷനിൽ സ്കൂളാണ് കാണുന്നത്. ഈ സ്കൂളാണ്, അത് അച്ചൂരൻ LP സ്കൂളാണ്. ഈ സ്കൂളിൻ്റെ മതിലും ഇതിനും ഒന്നും പറ്റിയില്ല. രാത്രി ആയതുകൊണ്ട് ആ രീതിയിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷെ കല്ലൂർ വരെ എത്തിയിട്ടുണ്ടെന്നുള്ളൊരു വിവരമാണ്. പിള്ളേർ എന്നിട്ട് ഓടി അങ്ങോട്ട് കയറി അവരെ വീട്ടിലേക്ക് ഈ റൂട്ട്, ഈ സ്കൂളിൻ്റെ ഈ റൂട്ട് അങ്ങോട്ട് കയറിയിട്ട് ആ വീട്ടിലേക്ക് കയറിപ്പോയി എന്നുള്ളതാണ്. പോയതല്ലേ? രാത്രിയുള്ള അങ്ങനെ എങ്ങനെ ഈ ടൗൺ ഭാഗത്തേക്ക് അങ്ങനെ? ടൗൺ ഭാഗത്ത് ആദ്യം ഒരു പഞ്ചായത്തിൻ്റെ അവിടെ ഒരു 2-3 കൊല്ലം മുമ്പ് വന്നിരുന്നു. പിന്നെ ഈ വഴിക്ക് ആദ്യമായിട്ടാണ് ഈ വരവ്, ഈ റൂട്ട്. ആളുകൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ല, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരുപാട് കുടുംബങ്ങളും ജനങ്ങളും താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഏത് ഭാഗത്തായിട്ടുള്ളത്? ഫോറസ്റ്റ് ഏകദേശം ചുണ്ട, മേപ്പാടി, കറുകന്തോട്, ഒരു ഭാഗം കറുകന്തോട്. ഈ തൊട്ടടുത്ത് പൊഴുതന പഞ്ചായത്തിൻ്റെ ബോർഡറിൽ കറുകന്തോടല്ല, കറുകന്തോട്, വേങ്ങത്തോട്, കുറിച്ചർമല, ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് ഈ ഭാഗത്ത്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് PK മോഹനൻ. കറാന്തോട് ഭാഗത്തു നിന്നുള്ള ആന അതിക്രൂരമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് മുന്നേ രണ്ടാളെ ആന അവിടെ പിടിച്ചിട്ടുണ്ട്, അത് കൊന്നിട്ടുണ്ട്. ആ കേസിൽ നമ്മൾ ഉൾപ്പെട്ടിരുന്നു. ആ ഫോറസ്റ്റ് വണ്ടി തടഞ്ഞതിൽ 14 വർഷം നമ്മൾ വെറുതെ നടന്നിട്ട് നമ്മളെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ സുനീഷിൻ്റെ വീട്ടിലാണ് പുലി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ അതെവിടെയായിട്ടാ? അത് കറാന്തോട്. അതുപോലെ തന്നെ ആ റോഡ് വക്കിൽ എല്ലാ പഞ്ചായത്തും അവിടെ മരണസമിതി നോക്കണ്ട, അവിടെ മുതലാളിമാരെ വീട്ടിൽ മാത്രം ലൈറ്റ്. ആ ബാക്കി റോഡ് വക്കത്തൊക്കെ പഞ്ചായത്തിൻ്റെ അനുമതി ഉണ്ട് ലൈറ്റ് വെക്കണം. അത് കോളനി ഏരിയ, അവിടെ ഒന്നും ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല. ആന ഇറങ്ങുന്ന പ്രദേശമാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രതികരിക്കേണ്ടത്. അല്ലാണ്ട് ഇത് രാഷ്ട്രീയം പറഞ്ഞിട്ട് നടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആ ആളുകളൊക്കെ സംസാരിക്കുന്നത് കേട്ടു. ആ കുട്ടികൾ രക്ഷപ്പെട്ട് തലനാരിഴയ്ക്കാണ്, ഈ ഒരു വഴിക്കാണ് ആന ഓടിപ്പോയത്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഈ കുട്ടികൾ ഓടിപ്പോയത് ഈ കാണുന്ന വീട്ടിലേക്കാണ്. ഇവിടെയാണ്, ഇങ്ങോട്ടാണ് ആ പിള്ളേർ വന്നത്. ഇവരുടെ ബന്ധുക്കാരാണ്. അപ്പോൾ അവർ ഓടി ആ വീട്ടിലേക്കാണ് കയറിയത്. അങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത്. ആന ഇവിടം വരെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ വാഴയൊക്കെ ആന ഓടിച്ചിട്ടതാണ്. അതേപോലെ ആന ഓടിച്ച് അവരെ ഇതിൻ്റെ മുകളിൽ വരെ കയറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചവിട്ടുപാടുണ്ട് കേട്ടോ. ഇതിന് ശേഷം ആന എങ്ങോട്ടാണ് പോയതെന്ന് വ്യക്തമല്ല. ആരും തന്നെ ഈ പ്രദേശത്തുള്ള ആൾക്കാരും കണ്ടതായിട്ട് പറയുന്നുമില്ല. ഒരുപക്ഷെ ഈ ഒരു വഴി വല്ലതും കയറി തോട്ടത്തിൽ കൂടെയൊക്കെ കയറി പോവുകയായിരുന്നായിരിക്കണം. ഏതായാലും വളരെ ഭീകരമായൊരു സംഭവമായിപ്പോയി. നമുക്ക് ഇതിലൊന്ന് നോക്കി നോക്കാം. അതെ, നമുക്കിവിടെ കാണാൻ ആനയുടെ ചവിട്ടുപാടുകൾ കാണട്ടോ. ഇവിടെയൊക്കെ കാൽപ്പാടുകളുണ്ട്. ഇതൊരു വീട് പണി നടക്കുന്ന ഒരു പ്രദേശമാണ്. തറ കെട്ടിയിട്ടിരിക്കുന്നതാണ്. ഇതിലൊക്കെ ചവിട്ടി ഇങ്ങനെ പോയിരിക്കുന്നത്. അവിടെയൊക്കെ കാൽപ്പാടുകൾ കാണാം. ഇതിലിങ്ങനെ കയറി ആന പോയിരിക്കുന്നത് കേട്ടോ. ഈ വഴിക്കാണ് ആന പോയിരിക്കുന്നത്. നമുക്കിവിടെയൊക്കെ കാണാം കേട്ടോ. ആനയുടെ ചവിട്ടുപാടാണ് ഈ കാണുന്നത്. ഇതിലൊക്കെ ചവിട്ടി ആന ഇങ്ങനെ ഇതിലൊക്കെ ചവിട്ടി ഇറങ്ങിയാണ് ആന പോയിരിക്കുന്നത്. ഇതിലിറങ്ങി ഇങ്ങനെ പോയിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറം ആ കാണുന്ന ഒരു വീടാണ്. ആ വീടിൻ്റെ അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. നമുക്ക് അവിടെയുള്ള ആളുകളൊന്ന് ചോദിച്ചു നോക്കാം എന്താ സംഭവിച്ചതെന്നുള്ളത്. അവർ വല്ലതും അറിഞ്ഞോന്നൊക്കെ. ഇവിടെ എല്ലാം വീടുകളുള്ള പ്രദേശമാണ് കേട്ടോ. ടൗൺ ഏരിയയാണ്, പൊഴുതന ടൗണാണ്. അതുപോലെ നമ്മളിപ്പോൾ ആ ചവിട്ടുപാട് കണ്ട ആ ഒരു വീടാണ് ഈ കാണുന്നത്. ഈ വീടിൻ്റെ മുറ്റത്തേക്കാണ് ആന അവിടെ നിന്ന് ഓടി വന്നത്. നമുക്ക് കാണാം. അവിടെ നിന്ന് ആന നേരെ ഈ മുറ്റത്തോടെ തന്നെ പാസ് ചെയ്തിട്ട് ഈ മുറ്റത്തിൻ്റെ തൊട്ടിപ്പുറത്തുള്ള പറമ്പിൻ്റെ അവിടെ നിന്നാണ് നേരെ റോഡിലേക്ക് ഇറങ്ങിയത് കേട്ടോ. ഈ ഒരു വഴി, ഈ ഒരു വഴിയാണ് ആന ഇറങ്ങി വന്നത്. ഇതിലിങ്ങനെ ഇറങ്ങിയിട്ട് വീണ്ടും ഈ റോട്ടിൽ കൂടെ കയറി ഈ റോട്ടിൽ കൂടെ തന്നെ പോവുകയായിരുന്നു എന്നാണ് ഇപ്പം നമുക്ക് ഇവിടുന്ന് മനസ്സിലാകുന്നത് കേട്ടോ. ഇപ്പോൾ ഏതായാലും ആന ഓടിച്ച 3 കുട്ടികളിൽ ഒരാൾ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട്. പേരെങ്ങനെയാണ്?
നിങ്ങൾ ഇന്ന് രാത്രി എത്ര മണിയായപ്പോഴാണ് നിങ്ങൾ അങ്ങോട്ട് പോയത്? ഞങ്ങളൊരു 11:30 ആയിട്ടുണ്ടാവും. അല്ല, എവിടെ പോയതായിരുന്നു? ഞങ്ങൾ ഉമ്മച്ചിൻ്റെ ഏട്ടനോട് പോയിരുന്നു. ആ, സാധാരണ ഞങ്ങളവിടെ നിൽക്കാൻ ഒരു ദിവസം പോക്കുണ്ട്, ഒരു 8 മണി 8:30 ഞങ്ങൾ പോക്കുണ്ട്. അപ്പോൾ ഇന്നലെ എൻ്റെ ഉമ്മച്ചിൻ്റെ വേറെ ഏട്ടൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് വല്യമ്മീൻ്റെ ഒരു കസിനും കൂട്ടാൻ പോകാൻ നിൽക്കുന്നു. അപ്പോൾ ഒരു ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പോയച്ച് ഒരു പോയതിന് ശേഷം ഞങ്ങൾ പോയി. അപ്പോൾ ഒരു 11:30 ആയപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ആ സ്കൂളിലെ തിരിവ് കഴിഞ്ഞപ്പോൾ ആനനെ കണ്ട്. അപ്പോൾ വണ്ടി അവിടെ ഇട്ടിട്ട് ഞങ്ങൾ ഓടി അതിലിൻ്റെ ചെരുപ്പ് സ്ലിപ്പ് ആനയുടെ മുമ്പിൽ വീണ്. ആന ചവിട്ടി ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ നീ ചോടി. അപ്പോൾ തുമ്പിക്കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി ലോക്കാക്കി. അപ്പോൾ തുമ്പിക്കൈ എടുത്തപ്പോൾ ഞാൻ ഓടി ലോക്കാക്കി. അപ്പോൾ തുമ്പിക്കൈ എടുത്തപ്പോൾ മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടി എന്നിട്ട് തുമ്പിക്കൈ എടുത്തപ്പോൾ ഞാൻ ഓടിയ മതിലിൻ്റെ ഓടിയും കൊണ്ട് ആനക്ക് പെട്ടെന്ന് തിരിയാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി സ്പീഡിൽ ഓടാൻ പറ്റി അവിടുന്ന്. പിന്നെ കയറ്റം കയറി അവിടെ വേറെ കസിൻ്റെ വീടുണ്ട്, അവിടെ ഓടി കയറി ഓരെ വിളിച്ച് ഒരു വാലോറും തന്ന്. അപ്പോൾ ആന തിരിച്ചു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളടുത്ത് ലൈറ്റ് കണ്ടപ്പോൾ ഒന്നും കൂടി സ്പീഡിൽ ഓടി വന്ന്. ലൈറ്റ് കണ്ടപ്പോൾ സ്പീഡിൽ അവിടെ ഓടി വന്ന്. ഞങ്ങൾ ലൈറ്റ് ഒക്കെ ഓഫാക്കി വാലടച്ച്. അപ്പോൾ ഒരു അവിടെ നിന്ന് 2-3 ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി അവിടുത്തെ ഒരു ഷീറ്റും പൊട്ടിച്ചിട്ട് ആന തിരിച്ചു പോയി. അപ്പൊ തന്നെ വേറെ കസിന് എന്നിട്ട് കസിന് ഫോറസ്റ്റുകാരൊക്കെ വിളിച്ചവരൊക്കെ വന്ന് ആന വേറെ പോയി. ഇത് കൊമ്പനാനല്ലേ പിടിയാനല്ലേ? ഇത് പെണ്ണാനായിരുന്നു. ഇത് കൊമ്പനാനി ഉണ്ടായിരുന്നു, പെണ്ണാനി ഒരു കുട്ടി ഉണ്ടായിരുന്നു. എല്ലാം റോട്ടിൽ തന്നെയായിരുന്നു. 3 റോട്ടിൽ പിടിയാനാണ് ഓടിച്ചത് നിങ്ങളെ? പെണ്ണാന. എന്നിട്ട് നിങ്ങൾ ആ വീട്ടിൽ കയറിയിട്ട് പിന്നെ എന്തായിരുന്നു നിങ്ങളെ ഫോറസ്റ്റുകാരെ അറിയിച്ചു? എന്താ ചെയ്തേ? ഞങ്ങള് വേറെ കസിൻ ഫോറസ്റ്റുകാരെ അറിയിച്ചു. അവർ വന്നു കാര്യങ്ങൾ അന്വേഷിച്ച്. അവരിത് ഇതിനു മുമ്പ് വേറെ സ്ഥലത്ത് 9 മണിയായപ്പോൾ കണ്ടിരുന്നു ഇതിനെ. അപ്പോൾ അവർ ഈ ഫോറസ്റ്റുകാർ ആന തപ്പിടക്കായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ മുമ്പ് പെട്ടെ. പിന്നെ ഫോറസ്റ്റുകാർ അപ്പം രാത്രി വന്നോ? ഫോറസ്റ്റുകാർ രാത്രി വന്ന് അവർ പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇതാക്കി. എനിക്ക് തലകറക്കം മരിക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് കടന്നുറങ്ങി. വീണിട്ട് കാലിന് പരിക്കൊക്കെ ഉണ്ട് അല്ലേ? കട പേരെങ്ങനെയാ? എൻ്റെ പേര് മമ്മു. പൊഴുതന സ്കൂൾ ആ മതിൽ അല്ല, അവിടെ ഞാൻ പോയായിരുന്നു. ആ മതിലിന് ഉണ്ടായതുകൊണ്ട് വെച്ചിലായത്. ആ മതിലിന് വെട്ടിച്ച് ഓടി ഇവരെ പങ്ങളെ വീടുണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് ഓടി കയറിയോണ്ട് രക്ഷപ്പെട്ടതാ. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനെ ഇതുവരെ ഉണ്ടാക്കാത്തെന്ന് പറഞ്ഞാൽ ആന 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ടൗണിൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. ടൗണിൻ്റെ അങ്ങേ തലയിലും ഒട്ടും പ്രതീക്ഷിക്കുന്ന തലയിലും ഇതാരും പ്രതീക്ഷിക്കുന്നില്ല ആന ടൗണിലുണ്ടാവുന്നുള്ളത്. ഇതൊരു പെട്ടെന്നുള്ള ഒരു അപകടമാണ്. തലനാരിക്ക് രക്ഷപ്പെട്ടതാണ്. ഇപ്പം ആളുകളാണെങ്കിലും ഇതേ പോകുമ്പോൾ ഒന്ന് പേടിക്കണല്ലേ? ഇപ്പോൾ പിന്നെന്താ, ടൗണിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയായില്ലേ? ഇപ്പോൾ രാത്രിയിലും പകലൊന്നും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. അതിന് മാറ്റം വരണം. ഫോറസ്റ്റുകാരും ഒക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ശരിക്കും പൊഴുതനയെന്ന് ചുണ്ടയ്ക്ക് പോകുന്ന റോഡല്ല? അല്ല, കൽപ്പറ്റയ്ക്ക് പോകുന്ന റോഡാണ്. അത് ഇതിലെ വെങ്ങപ്പള്ളി വഴി. അതെ. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലേ? നിങ്ങൾ 3 പേരാ പോയല്ലേ? പേരെങ്ങനെയാണ്? പേര് റിസാൻ. എന്താണ് സംഭവിച്ചതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? സംഭവിച്ചെന്താ വെച്ചാൽ നമ്മൾ സാധാരണ പോക്കുണ്ട് അങ്ങോട്ട് ഒരു 8:30 ആകുമ്പോൾ സമയത്ത്. ഇന്നലെ ആണെങ്കിൽ ഉമ്മാൻ്റെ ഏട്ടൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മ ഇറങ്ങാൻ കാത്തിക്കേനു. 11 മണിയായപ്പോഴാണ് ഓല് ഇറങ്ങിയത്. നമ്മളൊരു 11:30 ആ ടൈം ആയപ്പോഴത്തേനോ അവിടെ എത്തി. അവിടെ ആ ഭാഗത്തായപ്പോഴത്തേനും ആന നമ്മളെ ഇതാക്കി. നമ്മൾ ബൈക്ക് അവിടെ ഇട്ടിട്ട് ഓടി. ഇപ്പൊ ആദ്യം സംസാരിച്ച ആളാണല്ലേ? പുള്ളിയാണ് ഏറ്റവും പുറകിൽ ആനയുടെ അടുത്ത് വന്നല്ലേ? ഓൻ എന്തായിരുന്നു അതിന്റെ ഒരു അവസ്ഥ? എന്തായിരുന്നു? തല ഇറങ്ങി വീഴാനൊക്കെ നോക്കി. ശരിക്കും പറഞ്ഞാൽ തട്ടിയിട്ടുണ്ടല്ലോ, അടുത്തെത്തിണ്ടല്ലേ? അടുത്തെത്തി വീണയിലിതായതാണ്. അതെ. കാൽമുട്ടിനൊക്കെ പരിക്കുണ്ടല്ലേ? എന്നാലും നിങ്ങൾ എങ്ങനെ അന്ന് ആ പരിക്കും വെച്ചാൽ അവൻ ഓടിയത്? പരിക്കച്ച ഓടിയത്. ജസ്റ്റ് ഒരു ഭാഗ്യത്തിനല്ലേ ഓടി നിങ്ങൾ ആ വീട്ടിലേക്ക് കയറിയില്ലേ? അന്നേരം ആന എന്താ ചെയ്തപ്പോ? അപ്പൊ ആന കയറ്റം വരെ വന്ന് പിന്നെ ലൈറ്റ് ഇല്ലാത്തോണ്ട് പോയി വന്നില്ല. പിന്നെ ലൈറ്റ് ഇട്ട് ഞങ്ങളെ ഭാഗത്ത് കയറിയപ്പോ ലൈറ്റ് ഇട്ട് നോക്കി. അപ്പൊ 2 ആനയും കൂടി ഒരുമിച്ച് വന്ന് അവിടെ. പിന്നെ 2 ആന വന്നു. വേറെ 3 ആന മൊത്തം ഉണ്ടായിരുന്നു കുട്ടിയെടുക്കും. അപ്പൊ 2 ആനയും കൂടി വന്ന് അവിടെ ഒരു ഓടൊക്കെ തട്ടിട്ടിട്ട് പൊട്ടിച്ചിട്ട് പോയി. ആ മുറ്റത്ത് വരെ വന്ന് ആ വീടിന്റെ. എന്നിട്ട് നിങ്ങളപ്പോ എന്ത് ചെയ്ത്? നമ്മള് അതിന്റെ അകത്തുനിന്ന് പിന്നെ ഇന്നലെ അവിടെ കടന്ന് ഇന്നലെ രാവിലെ എണീച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോയിട്ട്. ബൈക്ക് അപ്പൊ എവിടെയായിരുന്നു? ബൈക്ക് അവിടെ തന്നെ ആയിരുന്നു. പിന്നെ കുടുംബക്കാർ മാറ്റി വെച്ചു. ബൈക്ക് അവിടെ റോഡിൽ വെച്ചിട്ടാണ് പോകുന്നല്ലേ? ഇങ്ങനത്തെ അനുഭവം മുന്നേ ഉണ്ടായിട്ടുണ്ടല്ലേ? ഈ ഭാഗത്ത് അങ്ങനെ ആന ഇറങ്ങിയിട്ട് കേട്ടിട്ടില്ല, ടൗണിലും ഇല്ലല്ലേ? ഇപ്പൊ പേടിയൊക്കെ പോയാ? പോയി. അപ്പം നമ്മൾ ആ ഒരു കുട്ടികൾ സംസാരിക്കുന്ന കേട്ടു. 3 പേരുണ്ടായിരുന്നു. നമുക്ക് 2 പേരെ മാത്രമേ കിട്ടിയുള്ളൂ. അവർ മൊത്തം 3 പേരാണ് ഇന്നലെ അങ്ങോട്ട് പോയത്, ബൈക്കിന് പോയത്. പോകുന്ന വഴിക്കാണ് അവർ ആ ഒരു ആനയുടെ മുമ്പിൽ പെടുകയും 3 ആനകളുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്.
അതിൽ പിടിയാനയാണ് അവരെ ഓടിച്ചതും. പിന്നീട് രണ്ടാമത് എന്താ പറയുക, ആ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ആനയും കൂടെ കൂടി 2 പ്രാവശ്യം ഇവരെ ഓടിച്ചു എന്നാണ് പറഞ്ഞത്. ആ പിടിയാന ഓടിച്ച് കയറ്റുന്ന ദൃശ്യമാണ് നമ്മൾക്ക് ആ ഒരു CCTVയിൽ കിട്ടിയത്. ഏതായാലും വളരെ ഭീകരമായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ്. ആ കുട്ടികൾക്ക് നേരിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ മുഖം കാണിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാസ്ക് വെച്ചിരുന്നത്. എന്തിനാലും കുഴപ്പമില്ല. ഏതായാലും നമ്മൾ ആ കുട്ടികളെ കണ്ടു. അവർ ഇന്നലെ രാത്രി അനുഭവിച്ച ആ ഒരു പ്രയാസമൊക്കെ നമ്മൾ കേട്ടു. കാരണം ആർക്കാണേലും അത്രയും വലിയൊരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പേടിയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. വിറയ്ക്കലും പനിയും ഒക്കെ ചിലപ്പോൾ വരും. കാരണം എനിക്കും ഇതുപോലെ സമാനമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അവരുടെ പ്രയാസം എന്തായിരിക്കും എന്നുള്ളത്. ഏതായാലും ജീവൻ തിരിച്ചു കിട്ടി, അത് തന്നെ വലിയൊരു ഭാഗ്യം. ഈ ഒരു പൊഴുതന പ്രദേശത്തൊക്കെ ഇങ്ങനെ ടൗണിലൊക്കെ ആന ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇത്തരം സംഭവങ്ങളൊക്കെ ഇപ്പോൾ വയനാട്ടിൽ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണുള്ളത്. രാത്രി എത്ര ആനയില്ലാത്ത പ്രദേശമാണെങ്കിൽ പോലും നമ്മളൊന്ന് കരുതി പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വയനാട്ടിൽ എല്ലായിടത്തും തന്നെ ഉള്ളത് എന്ന് വേണം പറയാനായിട്ട്. പലപ്പോഴും നമുക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. വയനാട്ടിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഒരു പക്ഷേ ഒരു കാട്ടുപന്നിയോ കാട്ടുപോത്തോ ഒന്നും അല്ലെങ്കിൽ ഇതുപോലെ ആനയൊക്കെ നമ്മൾ മുന്നിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം ഈ ഒരു പ്രദേശത്തൊക്കെ അല്ലെങ്കിൽ വയനാട്ടിലെ പല ഭാഗത്തൊക്കെ നമ്മൾ സഞ്ചരിക്കാൻ രാത്രിക്ക്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം കൂടെ ആയതുകൊണ്ട് ഒന്നും കൂടെ നമ്മൾ എക്സ്ട്രാ കെയർ എടുക്കണം. കാരണം രാത്രിയൊക്കെ വലിയ മഴയായതുകൊണ്ട് തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ഒന്ന് ഒച്ച വെച്ച് വിളിച്ചാൽ പോലും അറിയാത്തൊരു സാഹചര്യം പോലും ഉണ്ട്. ഏതായാലും വലിയൊരു ഭീകരമായ ഒരു അവസ്ഥയിൽ നിന്ന് ആ കുട്ടികൾ രക്ഷപ്പെട്ടു. അത് തന്നെ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.